ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 26 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായിട്ട് ജേഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വാർത്തകളാണ്. അതായത് രണ്ടാഴ്ചക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള നേപ്പാളി വനിത ആരാണ്? ഇപ്പൊ രണ്ടാഴ്ചയാണ്. ഈ രണ്ടാഴ്ചയിൽ 3 പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കുക അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. രണ്ടാഴ്ചയിൽ 3 പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കുക, ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള വ്യക്തിയാണ് പൂർണിമ ശ്രേഷ്ഠ. ഇപ്പൊ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള പൂർണിമ ശ്രേഷ്ഠ ഈ മെയ് 12-ാം തീയതി ഒരു പ്രാവശ്യം കയറി. അതിനുശേഷം മെയ് 19-ന് വീണ്ടും എവറസ്റ്റ് കയറി. മൂന്നാമത്തെ തവണ മെയ് 25, അതായത് ഇന്നലെ വീണ്ടും എവറസ്റ്റ് കീഴടക്കി. ഇപ്പൊ 3 പ്രാവശ്യമാണ് മെയ് 12, മെയ് 19, മെയ് 25. ഈ ഒരു നേട്ടം കൈവരിച്ച പെൺകുട്ടിയുടെ പേരാണ് പൂർണിമ ശ്രേഷ്ഠ. ഇന്നിപ്പോൾ 8848.86 മീറ്റർ ഹൈറ്റുള്ള ഈ ഒരു എവറസ്റ്റ് കയറുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബേസ് ക്യാമ്പ് കഴിഞ്ഞ പിന്നെ 5 സ്റ്റേജിൽ കടക്കുന്ന എവറസ്റ്റ് കൊടുമുടി ഇന്ന് പലരുടെ സ്വപ്നമാണ്. എന്നാൽ ഇപ്പൊ ഈ പെൺകുട്ടി പൂർണിമ ശ്രേഷ്ഠ 3 പ്രാവശ്യം രണ്ടാഴ്ചക്കുള്ളിൽ എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് സൃഷ്ടിച്ചു. ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമുക്ക് എപ്പോഴും ഒരു നോളജ് വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. അത് പേപ്പർ വഴിയോ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിന്റെ ചാനൽസ് വഴിയോ മാഗസിൻസ് വഴിയോ ഒക്കെ നമ്മൾ എപ്പോഴും സമയം കണ്ടെത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ജപ്പാനിലെ കോബയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 6-ാം സ്ഥാനം. ഇപ്പൊ ജപ്പാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇത് അവസാനിച്ചു. ഇന്നലെയായിരുന്നു ഇതിന്റെ അവസാനം. മെയ് 17 മുതൽ 25 വരെയായിരുന്നു ജപ്പാനിലെ കോബ് എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഈ ഒരു പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് 17 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 6 ഗോൾഡ്, 5 സിൽവർ, 6 ബ്രോൺസ് ആണ്. ഇന്ത്യ 6-ാമത്തെ പൊസിഷനിലാണ്. 2024 ജപ്പാനിലെ കോബ് എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 6-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 പാരീസിലായിരുന്നു. അന്ന് 10 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. 3 ഗോൾഡ്, 4 സിൽവർ, 3 ബ്രോൺസ്. ഈ പ്രാവശ്യത്തെ ഈ 6 മെഡൽസിലെ അവസാനത്തെ 6-ാമത്തെ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത് സിമ്രാൻ ശർമ്മയാണ്. 24.95 സെക്കൻഡ് കൊണ്ട് വനിതകളുടെ 200 മീറ്റർ കടന്നുകൊണ്ടാണ് സിമ്രാൻ ശർമ്മ ഗോൾഡ് നേടിയിട്ടുള്ളത്. ഇതേ മത്സരത്തിൽ തന്നെ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി ജിവാൻജി. ആന്ധ്രാപ്രദേശ് സ്വദേശി. T20 കാറ്റഗറിയിലാണ് 400 മീറ്ററിലെ ദീപ്തി ജിവാൻജിക്കും സ്വർണം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള രാജ്യമാണ് ചൈന. 87 മെഡൽസ് ആണ്. ബ്രസീൽ 42, ഉസ്ബെക്കിസ്ഥാൻ 13, ഗ്രേറ്റ് ബ്രിട്ടൻ 12, US 24. ഇന്ത്യ 17 മെഡൽസ് ആണ്. പക്ഷെ ഗോൾഡ് 6 മെഡൽസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ 6-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ജപ്പാനിലെ കോബ് എന്ന സ്ഥലത്തായിരുന്നു വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. 2024 മെയ് 26-ന് DD കിസാൻ ലോഞ്ച് ചെയ്യുന്ന 2 AI ആങ്കറുകളുടെ പേരെന്ത്? ക്രിഷ് ആൻഡ് ഭൂമി. ദൂരദർശൻ കിസാൻ മെയ് 26-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ 2 AI ആങ്കേഴ്സ് ആണ് ക്രിസ് ആൻഡ് ഭൂമി. ഇന്നിപ്പോൾ AIയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു താരമാണെന്ന് പറയാൻ പറ്റും സെന. ഇന്ത്യ ടുഡേയുടെ സെന എന്ന ആങ്കർ ഇന്റർനാഷണൽ ലെവലിൽ അവാർഡ് നേടിയിട്ടുള്ള ഒരു AI ആങ്കറാണ് സെന. ഇപ്പൊ ഇന്ന് മെയ് 26, ഇന്നാണ് DD കിസാൻ ക്രിസ് ആൻഡ് ഭൂമി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. DD കിസാൻ ചാനൽ 2015 മെയ് 26-ാം തീയതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 9 വർഷമായി DD കിസാൻ എന്ന ഈ ഒരു ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ 9-ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ന് ക്രിസ് ആൻഡ് ഭൂമി എന്ന AI ആങ്കർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതോടെ DD കിസാൻ ചാനൽ ആദ്യത്തെ ഗവൺമെന്റ് TV ചാനൽ ആയിട്ട് മാറും AI ആങ്കേഴ്സ് ഉള്ളത്. ഇപ്പൊ ഈ AI ആങ്കേഴ്സിനെ ഏതാണ്ട് 50ഓളം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള AI ആങ്കേഴ്സ് ലോഞ്ച് ചെയ്യുന്നത്? പുതിയ പുതിയ കാര്യങ്ങൾ അറിയിക്കുക, അതായത് കാർഷിക മേഖലയിലെ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ പുതിയ പുതിയ വിലകൾ, കാലാവസ്ഥയെക്കുറിച്ച് ഇവയെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഇപ്പോൾ ക്രിസ് ആൻഡ് ഭൂമി എന്ന പേരിൽ AI ആങ്കേഴ്സ് DD കിസാൻ ലോഞ്ച് ചെയ്യുന്നത്. 2024 മെയ് 24-ന് പെറുവിലെ ലിമയിൽ നടന്ന IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ ലിഫ്റ്റർ ആരാണ്? ബേദബ്രത് ബറാലി. IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ
പെറുവിലെ ലിമ എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ ബേദ് ബ്രത് ബറാലി സ്വർണം കരസ്ഥമാക്കി. ഇത് ആദ്യമായിട്ടാണ് ഒരു പുരുഷ താരം ഇത്തരത്തിലുള്ള വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. 17 വയസ്സുള്ള ബറാലി 136 കിലോഗ്രാം ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത് പ്രീതി സ്മിത ബോയ് ആണ്. 40 കിലോഗ്രാം കാറ്റഗറിയിലാണ് പ്രീതി സ്മിത ബോയ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. വനിതകളിൽ പ്രീതി സ്മിതയും പുരുഷന്മാരിൽ ബറാലിയുമാണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഈ മത്സരം നടക്കുന്നത് പെറുവിലെ ലിമ എന്ന സ്ഥലത്താണ്. 2024 മെയ് 25-ന് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ കമാൻഡന്റ് നിയമനം ഏറ്റെടുത്തത് ആരാണ്? വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ്. വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ പുതിയ കമാൻഡന്റ് ആയിട്ട് ചുമതലയേറ്റെടുത്തു. നാഷണൽ ഡിഫൻസ് അക്കാദമിയെ കുറിച്ച് നമുക്ക് അറിയാം. അതായത് +2 ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി, നേവിയിലേക്ക് കമ്മീഷൻ ഓഫീസർ ആകുന്നതിന് വേണ്ടി ഇപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത സമയമാണ്. അതായത് ജൂൺ 4 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് NDA എന്ന് പറയുന്ന +2 കഴിഞ്ഞവർക്കുള്ള ഒരു കമ്മീഷൻ ഓഫീസർ ആകാനുള്ള അവസരം. ഇതിപ്പോ UPSC ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കമാൻഡന്റ് ആയിട്ടാണ് 2024 മെയ് 25-ന് ഗുരുചരൺ സിംഗ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹം വൈസ് അഡ്മിറൽ അജയ് കോച്ചാറിൽ നിന്നാണ് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ ടോപ്പ് ലെവലില് വരുന്ന ഒരു റാങ്ക് ആണ് അഡ്മിറൽ. അഡ്മിറലിന് ശേഷം വരുന്ന രണ്ടാമത്തെ റാങ്ക് ആണ് വൈസ് അഡ്മിറൽ. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള 3 കപ്പലാണ് INS ബ്രഹ്മപുത്ര, INS ശിവാലിക്, INS കൊച്ചി. ഈ 3 കപ്പലിന്റെ കമ്മീഷനിങ് സമയത്ത് അതിൽ ഭാഗമാകാൻ സാധിച്ച വ്യക്തിയാണ് അഡ്മിറൽ ഗുരുചരൺ സിംഗ്. ഇപ്പൊ ബ്രഹ്മപുത്ര, ശിവാലിക്, INS കൊച്ചി ഇവയെല്ലാം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള കപ്പലുകളാണ്. INS കൊച്ചിയിൽ ആണെങ്കിൽ അദ്ദേഹം ആ ഒരു കപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടാണ് സേവനം നൽകിയിട്ടുള്ളത്. ഇന്നലെ മെയ് 25 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമനത്തിന് കീഴിലുള്ള ശാരീരിക ബന്ധങ്ങൾക്ക് സമ്മതം നൽകുന്ന പ്രായം എത്രയാണ്? 18 വയസ്സ്. പോസ്കോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ പ്രായപരിധി 18 വയസ്സ് ആക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് അത് 16 വയസ്സായിരുന്നു. അപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ജപ്പാനിലെ കോബയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 6ാം സ്ഥാനം. 2 ആഴ്ചക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാളിൽ നിന്ന് ആരാണ്? പൂർണിമ ശ്രേഷ്ഠ. 2024 മെയ് 26-ന് DD കിസാൻ ലോഞ്ച് ചെയ്യുന്ന 2 AI ആങ്കറുകളുടെ പേരെന്താണ്? ക്രിസ് ആൻഡ് ഭൂമി. 2024 മെയ് 24-ന് പെറുവിലെ ലിമയിൽ നടന്ന IWF വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ ലിഫ്റ്റർ ആരാണ്? ബേദ് ബ്രത് ബറാലി. 2024 മെയ് 25-ന് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ കമാൻഡന്റ് നിയമനം ഏറ്റെടുത്തത് ആരാണ്? വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ്. ഇന്ന് മെയ് 26 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. കേവ് ലിവിവ് ലോക പൈതൃക കേന്ദ്രങ്ങൾ ഏത് രാജ്യത്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേവ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് നമ്മൾ അറിയും തോറും അത് നമുക്ക് കൂടുതലായിട്ട് കോൺഫിഡൻസ് ലഭിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക, സമയം കണ്ടെത്തുക. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.